രാധാ നായകൻ കേരളത്തിൻ്റെ प्रधान ഷാനവാസ് വേദിയിൽ സംഗീതത്തിൻ്റെ കരുത്തരായ നേതാക്കൾ രാധാക്കൾ സംബന്ധിച്ചുണ്ട്. ജാഥയുടെ പ്രയാണം ഇവിടെ കേരളത്തിൻ്റെ തന്നെ മതേതൃത്വത്തിൻ്റെ ജ്വല ഭൂമികയായ ഉള്ളയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതെല്ലാവരും വലിയ സന്തോഷത്തിലാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖഭാവങ്ങൾ ഇവിടെ വ്യക്തമാണ്. പല ജാതകങ്ങളും ഇതിലൂടെ കടന്നു പോകുന്ന പോകാറുണ്ട്. ചില ജാതകങ്ങൾ കടന്നു പോകുമ്പോൾ ജനങ്ങൾ അവർക്ക് കൊടുക്കുന്നത് സ്വീകരണമല്ല, അവർക്ക് യാത്രയ്ക്ക് കൊടുക്കുന്നത് പോലെയാണ് ചില 10 വർഷം ഭരിച്ചില്ലേ ഇനി ഒന്ന് വിശ്രമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ യാത്രയാക്കുന്ന അനുഭവമാണ് മറ്റു പല യാത്രകളുണ്ട്. പക്ഷെ ഈ യാത്ര ഈ വി ഡി സതീശൻ നയിക്കുന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ഈ യാത്ര അതൊരു പുതുയുഗ പിറവിക്ക് വേണ്ടിയുള്ള യാത്രയാണ്. കേരളത്തിന് ഒരു വസന്തകാലം വരാനിരിക്കുന്നു, അതിലേക്ക് നമ്മെ കൈപിടിച്ച് കൊണ്ടുപോകാനുള്ള യാത്രയായിട്ടാണ് ശ്രീ വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഈ ജാഥയെ കേരളം ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടത് പക്ഷം തന്നെ കേരളത്തിൽ ഇല്ലാതാക്കുമെന്നാണ് ആ സാംസ്കാരിക നായകന്മാരുടെ അഭിപ്രായപ്പെടുന്നത്. കാരണം അത് പഠിച്ചുകൊണ്ട് പറയുന്നവരാണ്. രാഷ്ട്രീയക്കാരും പോലെ വാങ്ങാതെ സംസാരിക്കുന്നവരല്ല. ഏത് കാര്യം പഠിച്ചും മനസ്സിലാക്കി എഴുതുകയും പറയുകയും ചെയ്യുന്നവരാണ് ഈ കവികളും അതുപോലെ തന്നെ രചയിതാരും ഒക്കെ. അപ്പം അവർ വളരെ ബുദ്ധിപൂർവ്വം ആലോചിച്ചുകൊണ്ട് പറയുന്നത് അത് വളരെ സത്യവും കേരളത്തിലെ ജനങ്ങളുടെ ഇപ്പോഴുള്ള ഒരു ഭാരം എന്നുള്ളത് ഈ ഇടതുപക്ഷം എന്നുള്ളത് അതൊരു ഭാരമായി മാറി. ഇടതുപക്ഷം വലിയ ഭാരമായി മാറി. അതേസമയത്ത് അതിൻ്റെ രാജ്യത്തിന് വലിയ പ്രതീക്ഷയാണ്. നമ്മുടെ പ്രതിപക്ഷമായ നേതാവ് നയിക്കുന്ന ഈ യാത്ര ഇതൊരു പ്രതീക്ഷാ യാത്രയാണ്. പുതിയൊരു യാത്ര എന്നോടൊപ്പം തന്നെ ഇതൊരു പ്രതീക്ഷാ യാത്രയായിട്ടാണ് പ്രതിപക്ഷ നേതാവ് ഈ യാത്രയുടെ മുന്നിൽ നിന്നുകൊണ്ട്